നമസ്കാരം. ഇത്തവണത്തെ 10ാം ക്ലാസ് റിസൾട്ടിന് കുറച്ച് കടുപ്പം കൂടുതലായിരുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറച്ചും കൂടി ടഫ് സിലബസും വാല്യുവേഷനും ഒക്കെ ടഫായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് അറിയുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അതിൻ്റെ ആകാംക്ഷയിലും എന്താവും റിസൾട്ട് എന്നുള്ള പേടിയിലുമായിരുന്നു. അക്കൂട്ടത്തിൽ ഫുൾ A+ മേടിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിയാണ് നില 24 ലൈവിനൊപ്പം ഇന്ന് ചേരുന്നത്, ശിവരഞ്ജിനി. ശിവരഞ്ജിനിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ദേശീയ അത്ലറ്റ് താരമാണ്. കൊപ്പം സ്കൂളിലെ മാത്രമല്ല കൊപ്പം മുഴുവൻ അഭിമാനമായിക്കൊണ്ടുള്ള ശിവരഞ്ജിനി അക്കാദമിക്സിലും ആ 100 മേനി വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പം എങ്ങനെ ആ സന്തോഷം പങ്കുവയ്ക്കുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മെയിൻലി എൻ്റെ അച്ഛനെയും അമ്മേനെയും പ്രൗഡാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ സ്പോർട്സും പഠിത്തവും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് അച്ഛനമ്മയ്ക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതേപോലെ കൊണ്ടുപോകാൻ പറ്റി. അപ്പം അവരുടെ ആ ആഗ്രഹം സഫലീകരിച്ചു എന്നുള്ള സന്തോഷമാണോ? അവരുടെ ആ റിസൾട്ട് വരുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, ഇതൊക്കെ ഒരുപാട് സന്തോഷം. നമുക്കറിയാം ഈ ഒരു അക്കാദമിക് ഇയറിൽ സ്പോർട്സിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു പഠനത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ചില ദിവസമൊക്കെ രാത്രി 9 മണിയൊക്കെ ആവും വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ, ജിമ്മിൽ നിന്നൊക്കെ വരുമ്പോൾ. അപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പം രാവിലെ നേരത്തെ നീച്ച് പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ലാസ്റ്റ് മത്സരമൊക്കെ കഴിഞ്ഞപ്പം നല്ല ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ എത്തിച്ചു. അങ്ങനെയൊക്കെ 10 A+ നേടി. ഏതൊക്കെയായിരുന്നു സ്പോർട്സിൽ ശിവരഞ്ജിനിയുടെ ഐറ്റംസ്? പിന്നെ ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പുമാണ് മെയിൻ ഐറ്റംസ്. 100ഉം ചെയ്യാറുണ്ട്. ദേശീയ താരം എന്നാണല്ലോ, എന്തായിരുന്നു എന്നിട്ട് ആ ഒരു സമ്മാനം, അതിൻ്റെ ഒരു തിളക്കം എന്ന് പറഞ്ഞേ? അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇഞ്ചുറിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ അമ്മയുടെ കുറേ മോട്ടിവേഷനും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റി നേരെ. അങ്ങനെ ഒരു നാഷണൽ മെഡൽ, സത്യം പറഞ്ഞാൽ ആ ഒരു നാഷണൽ മെഡലും കൂടിയും ഗ്രേസ് മാർക്കിന് വേണ്ടിയും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ സന്തോഷമാണ്. മകൾക്കിപ്പോൾ 2 തിളക്കമാണ്, ദേശീയ താരമാണ്, അതുപോലെ തന്നെ 10 A+ന്റെ ആ ഒരു സന്തോഷം. അമ്മ എന്ത് പറയുന്നു? നിറഞ്ഞ സന്തോഷം, അഭിമാനം. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റണില്ല. കാരണം ഞങ്ങൾ ഓണപരീക്ഷയുടെ ആ സമയത്തൊക്കെ അവൾക്ക് ഇത്തിരി മാർക്ക് പിന്നിലേക്കായിരുന്നു. കാരണം ഈ സ്പോർട്സിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും സ്റ്റേറ്റ് മത്സരത്തിലും ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ട് ഒരുപാട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി ആദ്യത്തെ 30-ലൊന്നും അവൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓണപരീക്ഷയ്ക്ക്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് അവളത് 511 കുട്ടികൾ എക്സാം എഴുതിയാൽ ആദ്യത്തെ 15ൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ഇപ്പോൾ ഫൈനൽ എക്സാം ആയപ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പ്രൗഡാക്കിക്കൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് ഇപ്പോൾ എത്രയും കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 25 പേർക്കാണ് ഫുൾ A+. അതിൽ ഞങ്ങളുടെ മകളും കൂടി ഉണ്ട് എന്ന് അറിയണതിൽ വലിയ സന്തോഷമാണ്. ഈ ഒരു സന്തോഷത്തിൽ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ്? എല്ലാവർക്കും സന്തോഷമാണ്. കാരണം ശിവരഞ്ജിനി ഒരു കായിക താരം എന്നുള്ളതിൽ ഉപരി പഠിക്കണതിലും നല്ല മിടുക്കിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. മറ്റത് എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട്, അവൾ SSLC അല്ലേ, അവളെ ഒന്ന് ഇരുത്തി പഠിപ്പിച്ചുകൂടെ, പഠിത്തം വിട്ടിട്ടുള്ള കളി വേണ്ട, അതും കൊണ്ട് കുറേ ഷോക്കേസിൽ കുറേ മൊമെൻറ്റോസ് നിറച്ചിട്ട് കാര്യമില്ല, എപ്പോഴും അവളെ പഠിപ്പിക്കണം എന്ന് എല്ലാവരും ഇതിൻ്റെയൊക്കെ ഇത് അവൾ പഠിക്കുന്ന അറിയാത്തവരെ എന്നാലും അവർ സ്നേഹം കൊണ്ട് ഉപദേശിക്കുന്നതാണ്. കുട്ടീനെ SSLC ആണ്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും A+ കാലമാണ്. അപ്പോൾ എത്ര പഠിപ്പിച്ചാലും മതിയാവില്ല, ട്യൂഷന് വിടണില്ലേ, പഠിപ്പിക്കണില്ലേ, അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും അവൾ പഠിക്കണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട് എന്ന്. പക്ഷേ എന്നാലും ആ ലാസ്റ്റ് സമയം അവൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജനുവരി ഫെബ്രുവരി ടൈമിൽ രാത്രിയൊക്കെ ലേറ്റ് നൈറ്റൊക്കെ ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ അവൾക്ക് ആ ഒരു കനലെ അവളെ ഊതി കത്തിക്കേണ്ടി വന്നല്ലോ. നമുക്ക് A+ കിട്ടണം, നല്ല രീതിയിൽ പാസ്സാവണം. കാരണം നമുക്ക് ഈ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പഠിക്കുക, ഈ കായിക താരങ്ങൾ പൊതുവേ പഠനത്തിൽ ഇത്തിരി പുറകിലാന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് ചിലവരൊക്കെ അങ്ങനെ ഒരു തരത്തിൽ കാണുന്നവരുണ്ട്, ആ കായിക താരമില്ല അപ്പോൾ പഠനം ഇത്തിരി ബാക്കിലായിരിക്കും, അപ്പോൾ പിന്നെ കണക്കാക്കണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പിലും ഒക്കെ തെളിയിക്കണം, നന്നായി പഠിക്കണ കുട്ടിയും കൂടിയാണ്, മിടുക്കി കുട്ടിയാണ് എന്ന് കാണിക്കണം. പിന്നെ അവളുടെ അച്ഛനും ആഗ്രഹം ഒരുപാടുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു മറുപടി കൂടിയായിരുന്നു ഈ അച്ചീവ്മെന്റ് എന്നുള്ളത്. അമ്മമ്മ എന്ത് പറയുന്നു? അമ്മമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട്. പല തിരക്കിൻ്റെ ഇടയിൽ ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടി ഒന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശിവരഞ്ജിനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? മെയിനായിട്ടുള്ള പാഷനേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ MBBS മെഡിക്കൽ ഫീൽഡ് നോക്കണം എന്നും ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് അപ്പോൾ പ്ലാനുകൾ. അപ്പോൾ ഒരുപാട് കനലുകൾ ഈ ഒരു മനസ്സിലുണ്ട്. അതൊക്കെ ഊതി കത്തിച്ച് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ദേശീയ താരം മാത്രമല്ല, ഒരു അക്കാദമിക്സിലും ഒരു ടോപ്പ് അച്ചീവറാണ്. അപ്പോൾ ഇത് രണ്ടും ഭാവിയിലും തുടരാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നില 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തപസ്സും. മനസ്സിലുണ്ടോ? MX ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും.
MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.